ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. 2 തീമോഥെയോസ് 3:14-17 വരെയുള്ള വചനങ്ങൾ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോസ്തലൻ വിശുദ്ധ തിരുവെഴുത്തുകളെക്കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ എഴുതപ്പെട്ട തിരുവെഴുത്തുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ദിവ്യജ്ഞാനത്താലാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ എഴുതപ്പെട്ട എല്ലാ തിരുവെഴുത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥകർത്തൃത്വത്തെയാണ് ആരോപിക്കുന്നത്. മനുഷ്യൻ വചനം എഴുതിയെന്നാലും സന്ദേശത്തിൻ്റെ ഉത്ഭവസ്ഥാനവും പ്രചോദനവും ദൈവമായിരുന്നു. അപ്പോസ്തലനായ പത്രോസ് കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചപ്പോൾ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വരുന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 പത്രോസ് 1:20-21 വചനങ്ങൾ. എല്ലാ തിരുവെഴുത്തും പ്രവചനപരമാണ്. എങ്ങനെയെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്താലാണ് അവ ജന്മം കൊണ്ടത്. ഈ അടിസ്ഥാന സത്യമാണ് എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ ദിവ്യമൂല്യമുള്ളതാക്കുന്നത്. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് തിരുവെഴുത്തിലെ നിങ്ങളുടെ വീക്ഷണത്തിന് പൂർണ്ണമായ രൂപാന്തരം ഉണ്ടാകുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ പ്രചോദനത്താലാണ് ഉണ്ടായതെന്ന് നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവം തൻ്റെ മനോരഥം നിങ്ങളിലേക്ക് പകരുന്നു എന്നറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം തുറക്കും. ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തെ അതിൻ്റെ ആകെത്തുകയുടെ സത്തെടുത്താൽ ദൈവം തിരഞ്ഞെടുത്തു. അത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്നും മതിയായതാണെന്നും ദൈവം പരിഗണിച്ച് അതിനെ വേദപുസ്തകത്തിലെ ഓരോ താളുകളിലും ദൈവം വെച്ചു. തിരുവെഴുത്ത് വിദ്യാഭ്യാസവും ദൃഢവിശ്വാസവും നന്നാക്കലും അധ്യാപനവും ഉണ്ടാക്കി കൊടുക്കുന്നു. തിരുവെഴുത്തുകൾ ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ ജാലകം കൂടിയാണ്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. സങ്കീർത്തനം 119:18. തിരുവെഴുത്തുകൾ ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമുക്ക് അന്തർദർശനം ഉണ്ടാക്കിത്തരുന്നു. അവ ദൈവത്തിൻ്റെ പ്രകൃതിയെയും സ്വഭാവ ഗുണങ്ങളെയും ഹൃദയത്തെയും വെളിപ്പെടുത്തുന്നു. തിരുവെഴുത്തിലെ താളുകളിൽ ദൈവം ആരാണെന്നും എന്ത് ചെയ്യുന്നുവെന്നും ദൈവത്തിൻ്റെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും കണ്ടുപിടിക്കുവാനുള്ള ഉൾക്കാഴ്ചയുണ്ട്. അനന്തരഫലമായി തിരുവെഴുത്തുകളിലൂടെയാണ് നാം ദൈവത്തെ അറിയാൻ തുടങ്ങുന്നതും അതിൻ ഫലമായി ദൈവവുമായി ഒരു വ്യക്തിബന്ധം പണിയുന്നതും. ഏത് ബന്ധവും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പരിജ്ഞാനത്താലാണ്. വ്യക്തിപരമായ പരിജ്ഞാനമില്ലാത്തിടത്ത് ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല. തുടർന്ന് പരിജ്ഞാനത്തിൻ്റെ ആഴത്തിലൂടെയും അടുത്ത സ്നേഹബന്ധം പ്രാപിക്കുന്നതിലൂടെയുമാണ് ബന്ധത്തിൻ്റെ ആഴം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവവുമായിട്ട് ആഴമേറിയതും ഏറ്റവും അടുത്തതുമായ ഒരു ബന്ധം വേണമെങ്കിൽ ദൈവത്തെ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരുവൻ ദൈവത്തെ ഏറ്റവും അടുത്ത് അറിയണം. വേദപുസ്തകത്തിലെ ഓരോ താളുകളും മറിക്കുന്നത് വളരെയധികം ആവേശമുണർത്തുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അവ നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള ജാലകങ്ങളാണ്. നമ്മൾ വായിക്കുന്ന ഓരോ വരികളുടെയും പിൻപിലുള്ളത് കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെയും വല്ലഭത്വത്തിൻ്റെയും വിവേകം പ്രാപിക്കുവാൻ സാധിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വിവേകം
നാം വേറെ ഏതെങ്കിലും അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മുടെ അനുഭവങ്ങളോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അങ്ങനെ എല്ലായ്പ്പോഴും കൃത്യമായിരിക്കത്തില്ല. ദൈവം തന്നെ മറ്റു സ്ഥലങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യം തന്നെയാണ്. ഉദാഹരണമായി, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എന്നാൽ ഏതെല്ലാം വിവരങ്ങൾ നമുക്ക് മറ്റു മാർഗങ്ങളിലൂടെ ലഭിച്ചാലും എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യം പരിശോധിച്ച് നോക്കണം. ആമേൻ.